നമസ്കാരം, ഞാൻ ഡോക്ടർ പി എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ അലർജി ആൻഡ് ഇമ്മ്യൂണോളജി സ്പെഷ്യലിസ്റ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ്. കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു. കോട്ടയത്ത് ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങൾ തെക്കുംകോപുരം ജംഗ്ഷനിലും, എറണാകുളത്ത് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ കടവന്ത്ര ജംഗ്ഷനടുത്തുള്ള സെൻറ്ററിലും. ഇന്ന് ഞാനിവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം ക്രോണിക് ഡിസീസ് എന്ന വിഷയമാണ്. അതായത് സ്ഥായിയായ രോഗങ്ങൾ. പലരും പറയാൻ, ഡോക്ടർ എനിക്കൊരു ക്രോണിക് ഡിസീസാണ്, അല്ലെങ്കിൽ ഒരു ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ പലർക്കും അത് മനസ്സിലാകാത്തൊരു വിഷയമാണ്. എന്താണ് ക്രോണിക് ഡിസീസ്? രോഗങ്ങളെ രണ്ടായിട്ടാണ് മെയിൻലി തിരിച്ചിരിക്കുന്നത്: അക്യൂട്ട് ഡിസീസ് ആൻഡ് ക്രോണിക് ഡിസീസ്. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ അലോപ്പതി വൈദ്യശാസ്ത്രത്തിൽ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളെയാണ് അക്യൂട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പെട്ടെന്നൊരു ഫ്ലൂ വന്നു, അല്ലെങ്കിൽ ഒരു കോവിഡ് വന്നു, അല്ലെന്നുണ്ടെങ്കിൽ ന്യൂമോണിയ വന്നു, ടൈഫോയിഡ് വന്നു, ഇതെല്ലാം അക്യൂട്ട് ഡിസീസിൻ്റെ ബാനറിൽ വരുന്നതാണ്. ക്രോണിക് ഡിസീസിൻ്റെ യഥാർത്ഥ ഡെഫിനിഷൻ അലോപ്പതി വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് പഴകിയ രോഗങ്ങൾക്ക് എന്നുള്ള വാക്കിലാണ്. അതല്ല യഥാർത്ഥത്തിൽ. ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൽ അതിനെപ്പറ്റി പറയുന്നതാണ് എൻ്റെ ബെറ്റർ ഡെഫിനിഷൻ എന്നാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ അർത്ഥം എ ഡിസീസ് വിച്ച് ഹാസ് എ ടെൻഡൻസി ടു കണ്ടിന്യൂ, അതാണ് ക്രോണിക് ഡിസീസ്. അത് തുടരാൻ സാധ്യതയുള്ള രോഗങ്ങളെ ആദ്യ നാളുകൾ തന്നെ ക്രോണിക് ഡിസീസിൻ്റെ ലിസ്റ്റിലാണ് പെടുത്തേണ്ടത്. ഇവിടെ ഒരു ഉദാഹരണം ഞാനിവിടെ പറയാം. ഒരു വ്യക്തിക്ക് 3 മാസമായിട്ട് തുമ്മൽ സ്ഥിരമായിട്ടുണ്ട്. ആ കുട്ടി ഒരു കുട്ടിയാണെന്ന് വിചാരിക്കും, ഒരു 10 അല്ല 15 വയസ്സുള്ള കുട്ടി. ഈ കുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ നേരത്തെ ആസ്മ ഉണ്ടായിരുന്നു കൂടെ മനസ്സിലാക്കുക. ഇത് ഈ കുട്ടിയിൽ ഒരു ക്രോണിക് ഡിസീസിൻ്റെ തുടക്കമാണ്. കാരണം ആ ജീൻസിൽ കൂടി കുട്ടിയുടെ ശരീരത്തിൽ അതിൻ്റെ ഉള്ള സാധ്യതകൾ വന്നിട്ടുണ്ട്. അതിനാണ് ടെൻഡൻസി എന്ന് പറയുന്നത്. ഈ സാധ്യത തുടരുന്നതിനെയാണ് ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തുമ്മൽ അതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ്. ഞാൻ ഉദാഹരണം പറയും. ഒരു തീ കത്തുന്നതിന് മുന്നിലുള്ളൊരു പുകയാണ്. പുക കുറേ കൂടി വന്നേച്ചാണ് അത് അവസാനം തീയാകുന്നത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഏത് വ്യക്തിക്ക് പാരമ്പര്യത്തിൽ കൂടെ ഒരു കണക്ഷൻ കൂടെ ഉണ്ടെങ്കിൽ ഏത് വ്യക്തിക്കും തുമ്മൽ പഴകിക്കഴിഞ്ഞാൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതിനെയാണ് ക്രോണിക് ഡിസീസ് എന്നുള്ള പദം കൊണ്ട് പറയുന്നത്. അതുപോലെ തന്നെ കുടൽ സംബന്ധമായ രോഗം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഗേർഡ് എന്ന് പറയുന്ന രോഗമുണ്ട്, IBS എന്ന് പറയുന്ന രോഗമുണ്ട്. IBS എന്ന് പറഞ്ഞാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും. അതായത് സ്ഥിരമായിട്ട് വയറ്റിളക്കം, ദിവസം എഴുന്നേറ്റാവുന്ന 2 പ്രാവശ്യം 4 പ്രാവശ്യം പോകണം, അല്ലെങ്കിൽ പിന്നെ അതുപോലെ ചിലപ്പം ബ്ലഡോട് കൂടി പോവുക, അതിനെ കൊളൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ക്രോണിക് ഡിസീസിൻ്റെ ലിസ്റ്റിലാണ്. അതെല്ലാം അലർജി ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിലാണ് അതും വരുന്നത്. അതുപോലെ തന്നെ മാറാത്ത തലവേദനകൾ, നമ്മൾ മൈഗ്രെയിൻ എന്ന് പറയുന്നത്, അതുമെല്ലാം ഈ ക്രോണിക് ഡിസീസിൻ്റെ ലിസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നേടേണ്ട ഒരാഴ്ച അല്ല 2 ആഴ്ച അല്ല 1 മാസം ആകുമ്പോൾ നമുക്ക് പറയാം ഇതൊരു ക്രോണിക് ഡിസീസാണോ ഇല്ലയോ. ക്രോണിക് ഇതിനൊരു സാധ്യതയുണ്ട് ഇത് തുടരാൻ. അപ്പോൾ എന്താണ് ഇതുപോലത്തെ ഒട്ടുമിക്ക ക്രോണിക് ഡിസീസിലും ഒരു കോമണായ ഒരു ഫാക്ടർ? അതുപോലെ സന്ധികളിലുണ്ടാകുന്ന വേദനകൾ, മുട്ടിൽ വേദന, പെടലി വേദന, സ്പോണ്ടിലോസിസ്, ഇതെല്ലാം ക്രോണിക് ഡിസീസിൽ വരുന്നതാണ്. ഇതിനെല്ലാം അടിസ്ഥാനപരമായ ഒരു സംഭവം. അവിടെയാണ് അലർജി ഇമ്മ്യൂണോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഒരു റിസർച്ചിൽ കൂടി ഞാൻ പോകുന്നതുകൊണ്ട് എനിക്കിത് മനസ്സിലാകുന്നത്. ഞാൻ അലോപ്പതി വൈദ്യശാസ്ത്രം മാത്രം പഠിച്ച് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഈ പറയുന്ന സക്സസ് റേറ്റ് എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ലായിരുന്നു. ഹോമിയോപ്പതിയും യോഗയും നേച്ചർ ക്യൂറും വൈറ്റമിൻ തെറാപ്പി എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു സംയോജിത ചികിത്സയിൽ കൂടി വന്നതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സക്സസ് ഈ വിഷയത്തിൽ, ആ വിഷയത്തെപ്പറ്റി കൂടുതൽ പഠിക്കുവാനും എനിക്ക് സാധിച്ചത്. എന്താണ് ഇതുപോലത്തെ ഈ മുമ്പേ മെൻഷൻ ചെയ്ത അലർജി, ആസ്മ, ഇൻഡസ്റ്റൈനൽ അലർജി, അല്ലെങ്കിൽ IBS, അല്ലെങ്കിൽ പിന്നെ ബോണിലുണ്ടാകുന്ന വേദനകൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം പത്തോളജി എന്ന് പറയും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം ചെറിയ വ്രണങ്ങളാണ്. അതിനാണ് ഇംഗ്ലീഷിൽ ഇൻഫ്ലമേഷൻ എന്ന് പറയും. നിങ്ങളോട് ഉദാഹരണം പറയും, ഇത് വായിലെ തൊലി. ഈ തൊലി മ്യൂക്കസ് മെമ്പറൈൻ എന്നാണ് പറയുന്നത്. നിങ്ങൾ പലർക്കും ഈ തൊലിയിൽ ചെറിയ വ്രണങ്ങളുണ്ടാകുന്ന കണ്ടിരിക്കുമല്ലോ. അതിൻ്റെ പേരാണ് ആഫ്തസ് അൾസർ എന്ന് പറയും. അത് ചെറിയ വ്രണമാണത്. സങ്കല്പിക്കുക, നമ്മുടെ മൂക്കിലെ തൊലി, മൂക്ക് കഴിഞ്ഞാൽ സൈനസിലെ തൊലി, തൊണ്ടയിലെ തൊലി, അതുപോലെ ശ്വാസകോശ ബ്രോങ്കിയൽ ട്യൂബിലെ ട്രക്കിയയിലെ തൊലി, അത് കഴിഞ്ഞിട്ട് ചെറിയ ബ്രോങ്കിയൽ ട്യൂബ്സിലെ തൊലി, ഇതിലെല്ലാം ചെറിയ വ്രണങ്ങളുണ്ടാവും. ഈ വ്രണങ്ങളാണ് കഫക്കെട്ടായിട്ട് മാറി കഫം അതിൽ നിന്ന് ഉണ്ടായി, അതാണ് ഇൻഫെക്ഷൻ വന്ന് പിന്നെ ഒരു സീരീസ് ഓഫ് പ്രോബ്ലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇൻഫ്ലമേഷൻ, അത് ചെറിയ വ്രണങ്ങളാണ് അലർജി അല്ലെങ്കിൽ ഈ ക്രോണിക് ഡിസീസിൻ്റെ മിക്കതിൻ്റെയും അടിസ്ഥാനം. ഇൻഫ്ലമേഷൻ നിങ്ങൾ നെറ്റ് കയറി റെഫർ ചെയ്താൽ എന്താണ് ഇൻഫ്ലമേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ വ്രണങ്ങളാണ്. ഞാൻ പലരോടും പറയാറുണ്ട്, ഒരു ആസ്മ
അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈനസൈറ്റിസ് അല്ലെങ്കിൽ ഒരു റൈനൈറ്റിസ്, ഇവിടെ വെറും മൂക്കിൽ മാത്രം തുടങ്ങി. ഇത് വരുമ്പോഴും ചെറിയ വ്രണങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. പ്രകൃതി നമ്മളെ രക്ഷിക്കാനുള്ള ചില സിഗ്നലാണ് സിംറ്റംസ് ആയിട്ട് കാണിച്ചു തരുന്നത്. തുമ്മൽ സ്ഥിരം വരും, അപ്പോൾ അവിടെ നിനക്ക് പ്രശ്നമുണ്ട്. എല്ലാവരും അതിനെപ്പറ്റി ഞാൻ വേറെ ഡസ്റ്റ് അലർജി, അതിനെപ്പറ്റി തന്നെ ഒരു ടോക്ക് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഡസ്റ്റ് അലർജി എന്നുള്ള വാക്ക് തെറ്റാന്ന് പ്രൂവ് ചെയ്ത ആളാണ് ഞാൻ. അലർജിയുടെ സഫർ ചെയ്ത് ആസ്മയുടെ ബോർഡറിൽ വന്നിട്ട് പൂർണ്ണതയിലേക്ക് തിരിച്ചു വന്നയാളാണ് ഞാൻ. എൻ്റെ അമ്മയ്ക്ക് ആസ്മ ഉണ്ടായിരുന്നു. ഇന്നും 97-ാം വയസ്സിലും എൻ്റെ അമ്മ ഒരു 90% പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്. സ്വന്തം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ പറ്റും ഇന്നും. ആ തിരിച്ചുവരവിൽ തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഒരു മുഖ്യ പങ്ക് ഞാനാണ് വഹിച്ചത്. കഴിഞ്ഞ 35-40 വർഷമായിട്ട് അമ്മയെ ഞാനാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്നെ കൺസൾട്ട് ചെയ്യാൻ വരുന്ന എല്ലാ പേഷ്യൻസിനെയും ഞാൻ എൻ്റെ അമ്മയെ കാണിച്ചു കൊടുക്കാറുണ്ട്, അമ്മയുടെ നടക്കുന്നതും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം ക്രോണിക് ഡിസീസ്. അപ്പോൾ ഇതെല്ലാം സ്ഥായിയായിട്ട് ജീവിതകാലം മുഴുവൻ തുടരാൻ സാധ്യതയുള്ള രോഗങ്ങളാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു സ്ഥലത്ത് ഒരു പുക കണ്ടാൽ നേരെ ഓർത്തോണം അവിടെ തീയുടെ തുടക്കമുണ്ട്, അത് പഴയ വലിയ തീയായിട്ട് മാറും. അവിടെ അതിനെ വളരെ നേരത്തെ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്ത് അടിസ്ഥാനപരമായിട്ടുള്ള ചികിത്സകൾ കൊടുത്താൽ അത് കെടുത്തുക മാത്രമല്ല, ആ വ്യക്തിയെ നമുക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റും. എന്താണ് ക്രോണിക് ഡിസീസിൻ്റെ ഇമ്പോർട്ടൻസ്? നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ് ക്രോണിക് ഡിസീസ് എല്ലാം. ഞാൻ വേറെ ടോക്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പറ്റിയും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ക്രോണിക് ഡിസീസ് എന്നുള്ള വാക്കാണ് ഇവിടെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ക്രോണിക് ഡിസീസ് നമ്മളെ, പ്രത്യേകിച്ച് ഒരു ആസ്മ, ഒരു റൈനൈറ്റിസ്, മൂക്കിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ കഫം വന്നുകൊണ്ടിരിക്കുക, അല്ലെ കണ്ണ് ചൊറിച്ചിൽ മാത്രം, അതിനെയാണ് അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയും. ഇതെല്ലാം നമുക്ക് അത്രയ്ക്ക് ഡിസ്റ്റർബൻസ് ആണ് തരുന്നത്. ഇതിനെല്ലാം സൊല്യൂഷനുണ്ട്. അപ്പോൾ ആ ഇൻഫ്ലമേഷൻ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആ വ്രണങ്ങളെ നമ്മൾ കരിയിച്ചെടുക്കാനുള്ള സമയം ഡോക്ടർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. എല്ലാവരോടും ഞാൻ, ഇതൊരു വ്രണങ്ങളാണ്, ഏതാണ്ട് 1 വർഷം 1 വർഷം നിങ്ങളത് എടുത്തെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് കരിയിച്ചെടുക്കാനൊക്കെ ഉള്ളൂ. അത് പലർക്കും ആ ക്ഷമയില്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ സഹിക്കാൻ തയ്യാറാകുക, വേറെ ഒരു മാർഗ്ഗവും. ഇവിടെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. നമ്മൾ കേരളത്തിൽ, പ്രത്യേകിച്ച് മലയാളികളോടാണ് ഞാൻ സംസാരിക്കുന്നത്, കേരളത്തിൽ ഒരു വളരെ നെഗറ്റീവ് ഫാക്ടർ ഈ ഇൻഫ്ലമേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെ ക്രോണിക് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ നമുക്ക് മഴക്കാലത്ത് ഇവിടെ നമുക്ക് ആരോഗ്യം കുറയുന്നതും ഇവിടെ എല്ലാവർക്കും വാദസംബന്ധമായ രോഗങ്ങളും കൂടുന്നത്? അതിനെപ്പറ്റി ഇന്നും നമ്മുടെ ഒരു മെഡിക്കൽ ബുക്കിലും കാര്യമായൊരു മെൻഷനില്ല. അതിൻ്റെ പേരാണ് ആപേക്ഷിക ആർദ്രത, അതായത് ഇംഗ്ലീഷിൽ ഹ്യൂമിഡിറ്റി എന്ന് പറയും. ഈ ഇൻഫ്ലമേഷൻ്റെ എല്ലാ പ്രോസസ്സുകളെയും, ഈ ചെറിയ വ്രണങ്ങൾ ഉണ്ടാകുന്നതിനെ കത്തുന്ന തീയിൽ മണ്ണെണ്ണ ഒഴിക്കുന്ന റോളാണ് ഹ്യൂമിഡിറ്റിക്കുള്ളത്, അത് ആപേക്ഷിക ആർദ്രതയ്ക്കുള്ളത്. ആ ആപേക്ഷിക ആർദ്രതയുടെ എൻ്റെ വീട്ടിൽ അതിനൊരു മീറ്ററുണ്ട്. ഞാനതിനെപ്പറ്റി വളരെയധികം സ്റ്റഡി നടത്തി റെഫർ ചെയ്ത് കണ്ടുപിടിച്ചത് 40-നും 60-നും ഇടയ്ക്ക് പെർസെൻറ്റേജ് എന്നതിന് പറയുന്നത്, 40%-നും 60%-നും ഇടയ്ക്ക് നിന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ അവരവരുടെ എല്ലാ അവയവങ്ങളും കീപ്പ് ചെയ്യാനൊക്കെ ഉള്ളൂ. എനിക്കത് വളരെയധികം ഇൻഫ്ലുവൻസ് ഉള്ളൊരു വിഷയമാണ്. ആപേക്ഷിക ആർദ്രത കൂടുമ്പോഴത്തേക്കിന് നമുക്ക് ചെറിയ കഫക്കെട്ടിലേക്കും അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്കും വരാനുള്ള സാധ്യത വളരെ. അവിടെ നമ്മൾ ഭക്ഷണരീതിയും കാര്യങ്ങളും എല്ലാം നിയന്ത്രിച്ചു പോകുമ്പം നമുക്ക് അതിനെ, ആ ഇൻഫ്ലമേഷൻ വരാതെ, ആ വ്രണങ്ങളിലേക്ക് നമ്മളെ ശരീരത്തെ കൊണ്ടുപോകാതെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആപേക്ഷിക ആർദ്രത 40-നും 60-നും. ഇന്ന് ഞാൻ എടുത്തു 90-നടുത്താണ്. പൂർണ്ണ മഴ സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയല്ലേ നമുക്ക് ന്യൂനമർദ്ദം വന്നിട്ടുണ്ടാകുന്ന മഴ പ്രത്യേകിച്ച്, അന്നേരം 99-100% വരെ വരും. ഏറ്റവും മോശം ക്ലൈമറ്റാണ്. നമുക്കറിയാം മഴക്കാലത്ത് ഇവിടെ ഈ ഫ്ലൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ മഴയുടെ അതെല്ലാം സ്പ്രെഡ് ചെയ്യുന്ന സമയമാണ്. പെട്ടെന്ന് നമുക്ക് രോഗാവസ്ഥയിലേക്ക് നമ്മൾ മാറും. ആസ്മ രോഗികൾക്ക് പോലും കൂടുന്ന അവസരമാണ്. കാരണം ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ അവരുടെ ഈ വ്രണങ്ങൾ പഴുപ്പ് വരും, അത് സെക്കൻഡറി ഇൻഫെക്ഷൻ വരും, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകും, കോംപ്ലിക്കേഷനിലേക്ക് അവർ പോകും. അഡ്മിഷൻസ് എല്ലാം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് കൂടുന്ന അവസരമാണത്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ക്രോണിക് ഡിസീസ് ഒരാൾക്കുണ്ടെങ്കിൽ അതിനോട് നല്ലൊരു സമീപനം, പ്രത്യേകിച്ച് അതിനകത്ത് ഞാൻ കണ്ട വിഷയം ഏറ്റവും പ്രധാനം, അതിനെപ്പറ്റി ഞാൻ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണമാണ് അവിടുത്തെ നിയന്ത്രിക്കുന്നത്. കാരണം അവിടെ നമ്മുടെ ശരീരത്തിന് കൂടുതൽ വേണ്ടത് ആൽക്കലൈൻ ഫുഡാണ്. നമ്മൾ കൂടുതൽ അസിഡിക് ഫുഡാണ് കഴിക്കുന്നത്. സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം ചോറാണ്, അസിഡിക് ഫുഡാണ്. ഞാൻ പറയാറുണ്ട് മലയാളിയുടെ ഏറ്റവും മോശം ഫുഡ് ഈ അമിത ചോറ് തീറ്റയാണ്, അല്ലെങ്കിൽ അരിഭക്ഷണമാണ്. ഇന്നലെ വന്ന ഒരു രോഗിയുടെ കാര്യം ഇവിടെ ഞാൻ പ്രതിപാദിക്കുകയാണ്. ഏതാണ്ട് 55 വയസ്സുള്ളൊരു മനുഷ്യൻ. അദ്ദേഹം വർഷങ്ങളായിട്ട് പെടലി വേദനയായിട്ട് സഫർ ചെയ്യുകയാണ്.
അദ്ദേഹത്തിനോട് പറഞ്ഞു എൻ്റെ പുള്ളിക്ക് 47-50 വയസ്സേ ഉള്ളൂ. പുള്ളി പറഞ്ഞ 20 വയസ്സിന് മുകളിലുള്ള ഒരാളുടെ 67 വയസ്സുള്ള ഒരാളുടെ പെടലിയുടെ ഘടനയാണ്, തേയ്മാനം വന്നിരിക്കുക, മുഴുവൻ പോയിരിക്കുക എന്ന് പറഞ്ഞ് പുള്ളിയെ വരട്ടി വെച്ചിരിക്കുകയാണ്. പുള്ളി ഇന്നലെ എന്നെ കൺസൾട്ട് ചെയ്യാൻ വന്നു. ആ വ്യക്തിക്ക് ഞാൻ മനസ്സിലാക്കിയതുള്ള ശ്വാസകോശ സംബന്ധമായ തൊണ്ടയിലും കഫക്കെട്ടിൻ്റെ പ്രശ്നമാണ്. അതിൽ നിന്നുണ്ടാകുന്ന ഒരു പരിണിത ഫലമാണ് സ്പോണ്ടിലോസിസ്. അതിനെപ്പറ്റി ഞാൻ ഒരിക്കൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ വളരെ വിശദമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയോട് ചോദിച്ചപ്പോൾ ഇവിടെ പറയാൻ വന്ന വിഷയം, ഞാൻ ചോദിച്ച തലേദിവസം രാത്രി കഴിച്ച ഫുഡ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, എനിക്കൊരു 10 മണിയായപ്പം ഞാൻ വയറ് നിറച്ച് കഞ്ഞിയും കടുമാങ്ങാക്കറിയും കൂടെ കഴിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊരു ബോംബാണ്, ഇതാണ് നിങ്ങൾ വിഴുങ്ങുന്നത്, ഇതിൽ നിന്നാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. ഒരു വ്യക്തിക്കും കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഞാൻ രാത്രി അരിഭക്ഷണം, കഞ്ഞി, ചോറിൻ്റെ 3 ഇരട്ടിയാണ് അതിന് കഫം ഉണ്ടാക്കാനുള്ള പ്രവണത. ഒരു കാരണവശാലും ഞാനത് അനുവദിക്കാറില്ല. ഞാൻ രോഗികളോട് പറയാറുണ്ട്, എൻ്റെ ഭക്ഷണചിട്ടകൾ നോക്കാത്തവർ, മദ്യം കഴിക്കുന്നവർ, പുക വലിക്കുന്നവർ, അല്ലെങ്കിൽ മുറുക്കുന്നവർ ഞാൻ ചികിത്സിക്കുകയില്ല. അതൊരു പോളിസിയാണ്. കാരണം നിങ്ങൾക്ക് ആരോഗ്യത്തിൽ താല്പര്യമുണ്ട്, നിങ്ങളുടെ രോഗം മാറണമെന്ന്, ശാശ്വതമായിട്ട് മാറണം താല്പര്യമുണ്ട്, മാത്രം വന്നാൽ മതി. അങ്ങനെയുള്ള കേസുകൾ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ക്രോണിക് ഡിസീസിലേക്ക് നമ്മൾ വഴുതി വീഴാതെ, എന്താണ് ക്രോണിക് ഡിസീസ് നിങ്ങൾ മനസ്സിലാക്കി കാണുന്നത് വരിക, ഒരു തുമ്മൽ അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ടൊരു വ്യക്തിക്ക് വയറ്റിളക്കം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഛർദ്ദിൽ വരുന്നു, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ഞാനൊരു ക്രോണിക് ഡിസീസിൻ്റെ വക്കത്തെത്തി അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അടിസ്ഥാനപരമായ ചികിത്സ ചെയ്യുവാൻ കഴിവുള്ള വ്യക്തിയെ സമീപിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് പകർത്തി വേണ്ട ചികിത്സകളും ചെയ്ത് അതിൽ നിന്ന് മോചനം നേടി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുവാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിനോട് താല്പര്യമുള്ള മറ്റുള്ളവരിലേക്ക് നിങ്ങളിത് പകർന്നു കൊടുക്കുക. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമെല്ലാം ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അവരിലേക്കും ഇതിനെപ്പറ്റിയുള്ള മെസ്സേജ് പകർന്നു കൊടുക്കുക. നന്ദി, നമസ്കാരം.